മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദുർഗയാണെങ്കിൽ കണ്ണൻ്റെ റൂമിലെത്തുന്നുണ്ട്. എന്നിട്ട് കണ്ണനോടായിട്ട് പറയുന്നുണ്ട്, എടാ അവളെ ഏതെങ്കിലും ഒരു നല്ല ഡോക്ടറെ കാണിക്കാൻ പാടില്ലായിരുന്നു, ആ തോമസ് വൈദ്യനെ അല്ലാതെ ഏതെങ്കിലും ഒരു ലേഡി ഡോക്ടറെ കാണിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് തോമസ് വൈദ്യനെ അത്രയ്ക്ക് വിശ്വാസമാണ്, തോമസ് വൈദ്യൻ തന്ന മരുന്ന് ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഫലിക്കുന്നുമുണ്ടെന്നെല്ലാം കണ്ണൻ പറയുന്നത് കേട്ട് ദുർഗ പറയുന്നുണ്ട്, എന്താണെങ്കിലും ഒരു പെൺകുട്ടിയല്ലേ, അവൾക്ക് ഈ കാണുന്ന ക്ഷീണമെല്ലാം കാണുമ്പോഴേക്കും എന്താണെന്നെങ്കിലും ഒന്നറിയാമല്ലോ എന്നെല്ലാം ദുർഗ പറയുന്നത് കേട്ട് കണ്ണനാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നു. പിന്നെ നീ ഇത്ര എളുപ്പമൊന്നും അവളുടെ പേരിലോട്ട് സ്വത്തുക്കളൊന്നും എഴുതി വെക്കേണ്ട കാര്യമില്ലായിരുന്നു, ഒരു 5-8 വർഷം കഴിഞ്ഞതിന് ശേഷം അതൊക്കെ ചെയ്താൽ പോരായിരുന്നു എന്നല്ല കണ്ണനോട് ദുർഗ പറയുമ്പോൾ ദുർഗയോടായിട്ട് കണ്ണൻ പറയുന്നുണ്ട്, അർഹതപ്പെട്ട കൈകളിൽ തന്നെയാണ് ഞാൻ ആ സ്വത്തുക്കളെല്ലാം ഏൽപ്പിച്ചിരിക്കുന്നതെന്നും എനിക്ക് എല്ലാ അധികാരത്തോടുകൂടി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ വീട്ടിലുണ്ടെന്നും അത് അമ്മയുടെ പേരിലായിരുന്നെങ്കിൽ ആദ്യമേ അടിച്ചിറക്കുന്നത് എന്നെയും മഹിയും ആയിരിക്കുമെന്നെല്ലാം കണ്ണൻ നല്ല മറുപടി കൊടുക്കുന്നുണ്ട് ദുർഗയ്ക്ക്. അത് കേട്ട് കലി തുള്ളിക്കൊണ്ട് തന്നെ ദുർഗ അവിടെ നിന്നും പോകുന്നു. പിന്നീട് സീമന്തിനെയും വാമുദേവനെയുമാണ് കാണിക്കുന്നത്. ആ ഭാർഗവിയമ്മയെ അങ്ങോട്ട് അയച്ചിരിക്കുന്നതുകൊണ്ട് ഇന്ന് എന്താണെങ്കിലും അറിയാൻ കഴിയും. ആ സ്വാതി എൻ്റെ വയറ്റിലുണ്ടായിരുന്ന സമയത്ത് ആദ്യം തന്നെ അവരാണ് കണ്ടുപിടിച്ചത് ഞാൻ ഗർഭിണിയാണെന്നുള്ള കാര്യം. അതുകൊണ്ട് ആ കാര്യത്തിൽ അവർ മിടുക്കിയാണെന്നും ദുർഗയ്ക്ക് തോന്നിയ സംശയം എനിക്കും തോന്നിയിരുന്നതാണെന്നെല്ലാം സീമന്തിനി പറയുന്നുണ്ട്. പിന്നീട് ഭാർഗവിയമ്മയെ കാത്തിരിക്കുന്ന ദുർഗയുടെ അടുത്തോട്ട് ഭാർഗവിയമ്മ എത്തുന്നുണ്ട്. അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി തന്നെ അവരെ ആണെങ്കിൽ അകത്തോട്ട് കയറ്റുന്നുണ്ട്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, ഞാൻ സീമന്തിന് പറഞ്ഞിട്ട് വന്ന ആളാണെന്നും എനിക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ആളെ മനസ്സിലാവും ഗർഭിണിയാണോ ഇല്ലേ എന്നുള്ള കാര്യം എന്നെല്ലാം അവർ പറയുന്നത് കേട്ട് ദുർഗയാണെങ്കിൽ അകത്തോട്ട് കയറ്റിക്കൊണ്ട് പോകുന്നു. അങ്ങനെ അവൾ അടുക്കളയിലാണ്, അവളിപ്പോൾ വരും, ആളെ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാക്കണമെന്നെല്ലാം ദുർഗയാണെങ്കിൽ അവരോട് പറയുന്നു. അതേസമയം അങ്ങോട്ടേക്ക് മഹാലക്ഷ്മി വരുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മിയെ കാണുന്നതും ആ അമ്മയാണെങ്കിൽ വളരെ സൂക്ഷ്മമായിട്ട് തന്നെ നോക്കുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മിയോടായിട്ട് ദുർഗ പറയുന്നുണ്ട്, ഈ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുള്ളതാണെന്നും. അപ്പം മഹി പറയുന്നുണ്ട്, ഞാൻ ഇതിനു മുമ്പ് ഈ അമ്മയെ കണ്ടിട്ടില്ലല്ലോ എന്നെല്ലാം പറയുമ്പോഴേക്കും അമ്മ പറയുന്നുണ്ട്, ഞാൻ തീർത്ഥാടനത്തിലായിരുന്നു, ഈ വഴി വന്നപ്പോൾ കയറിയതാണെന്നെല്ലാം പറയുന്നത് കേട്ട് ദുർഗയ്ക്കാണെങ്കിൽ ആകെ ഒരു സമാധാനം ആകുന്നുണ്ട്. പിന്നീട് ആ അമ്മയാണെങ്കിൽ മഹിയുടെ അടുത്തോട്ട് ചെന്നിട്ട് മഹിയെ പരിശോധിക്കുന്നുണ്ട്. മഹിയുടെ നാഡിഞരമ്പുകളും കണ്ണുകളും എല്ലാം പരിശോധിക്കുന്നു. എന്നിട്ട് നല്ല രക്തമയം ഉണ്ടെന്നെല്ലാം പറയുകയാണ്. എന്നിട്ട് എന്തെങ്കിലും വയറിന് അസുഖം ഉണ്ടായിരുന്നോ എന്നെല്ലാം ചോദിക്കുമ്പോഴേക്കും ദുർഗ പറയുന്നുണ്ട്, അവൾക്ക് ഈയിടെയായിട്ട് എന്തോ ഛർദിലെല്ലാം ഉണ്ടായിരുന്നെന്നെല്ലാം പറയുന്നു. അങ്ങനെ മഹിയോടായിട്ട് പറയുന്നുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്, മോൾക്ക് നല്ല ക്ഷീണമുണ്ടെന്നെല്ലാം ആ മുത്തശ്ശിയാണെങ്കിൽ മഹിയുടെ മുഖത്ത് നോക്കി തന്നെ പറയുന്നു. അതേസമയം അങ്ങോട്ട് വരുന്ന കണ്ണനാണെങ്കിൽ ദുർഗയോടായിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ നടക്കുന്നത്, ഇതാരാണ് ഈ വന്നിരിക്കുന്നതെന്നെല്ലാം ചോദിക്കുന്നു. അപ്പോഴേക്കും ദുർഗ പറയുന്നുണ്ട്, മോനെ ഇത് ഒരു സിദ്ധിയായിട്ടുള്ള ഒരു അമ്മയാണ്, ഈ അമ്മയ്ക്ക് നോക്കിയാൽ ഇവൾക്ക് എന്താണ് ക്ഷീണമുണ്ടെന്നുള്ളതെല്ലാം അറിയാൻ കഴിയുമെന്നെല്ലാം പറയുമ്പോഴേക്കും ഇവിടെ അതൊന്നും നോക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണനാണെങ്കിൽ അവരെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നു. പിന്നീട് കണ്ണനും മഹിയും കൂടെ ഓഫീസിൽ പോകാനായിട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ മഹിയാണെങ്കിൽ കണ്ണനെ ഉന്തിക്കൊണ്ട് തന്നെ പുറത്തോട്ട് ഇറങ്ങുകയാണ്. അതേസമയം മുകളിൽ നിന്നും ഇവർ പോകുന്നത് നോക്കി നിൽക്കുന്ന ഉണ്ണിയാണെങ്കിൽ എളുപ്പം തന്നെ താഴോട്ടിറങ്ങി വരുന്നു. എന്നിട്ട് ഉണ്ണിയാണെങ്കിൽ ദുർഗയോടായിട്ട് ചോദിക്കുന്നു, എന്താ അമ്മേ, എന്താ വിശേഷം, കാര്യങ്ങളെല്ലാം അറിഞ്ഞോ, അവൾ ഗർഭിണിയാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അത് എന്താണെന്ന് മാത്രം അറിയാൻ കഴിഞ്ഞില്ല, അതിനു മുമ്പ് തന്നെ കണ്ണൻ ഇവിടെ വന്നതുകൊണ്ട് അത് ചോദിക്കാനായിട്ട് പറ്റിയില്ല എന്നെല്ലാം ദുർഗ പറയുന്നുണ്ട്. പിന്നീട് മഹാലക്ഷ്മി ആണെങ്കിൽ കണ്ണനെ കാറിലെത്തിയിട്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ വരുന്നു. എന്നിട്ട് ദുർഗയോടായിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ എല്ലാം കാര്യം എനിക്ക് മനസ്സിലായി, നിങ്ങൾ എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് അവരെ ഇവിടെ കൊണ്ടുവന്നത്, എന്നിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയോ എന്നെല്ലാം ചോദിച്ചുകൊണ്ട് ദുർഗയോടായിട്ട് മഹാലക്ഷ്മി ആണെങ്കിൽ തട്ടിക്കയറുന്നു. അപ്പോൾ ദുർഗ പറയുന്നുണ്ട്, നീ ആരുടെ കുഞ്ഞിനെ അടി വയറ്റിൽ ചുമന്നുകൊണ്ട് നടക്കുന്നത്, നീ അധികം പതിവ്രതയൊന്നും ചമയുണ്ടായെന്നെല്ലാം പറഞ്ഞുകൊണ്ട് മഹിയുടെ അടുത്ത് ചാടിക്കടിക്കുന്നുണ്ട്. അതേസമയം മഹാലക്ഷ്മി പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളെ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല, എൻ്റെ കണ്ണേട്ടനെ മാത്രം ബോധിപ്പിച്ചാൽ മതി, അതുകൊണ്ട് ഇതിനൊരു മറുപടി പറയേണ്ട ആവശ്യം നിങ്ങളോട് എനിക്കില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മഹി നല്ല മറുപടി പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുന്നു. മഹി പോകുന്നത് വളരെ ദേഷ്യത്തോട് നോക്കി നിൽക്കുകയാണ് ദുർഗ. എന്നിട്ട് ദുർഗയാണെങ്കിൽ ഉണ്ണിയോടായിട്ട് പറയുന്നുണ്ട്, എന്താണ് സംഭവിച്ചതെന്നൊന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല, അതിനൊരു കാരണമുണ്ട്, ഏതാണെങ്കിലും അവൻ്റെ കുഞ്ഞല്ല അവളുടെ വയറ്റിൽ കിടക്കുന്നത്, വേറെ ആരുടെയോ കുഞ്ഞാണ് കിടക്കുന്നത്, അത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അവളൊന്ന് വീഴണം, എന്നാൽ മാത്രമേ അത് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ എന്നെല്ലാം ദുർഗ പറയുന്നുണ്ട്. അങ്ങനെ മഹിക്ക് കെണിയൊരുക്കിക്കൊണ്ടിരിക്കുകയാണ് ദുർഗ. സ്റ്റെപ്പിൻ്റെ താഴെ തന്നെ കുറച്ച് എണ്ണ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് ദുർഗ. അതേസമയം മഹിയാണെങ്കിൽ താഴോട്ട് വരുമ്പോഴേക്കും അതിൽ തട്ടി വീഴുമ്പോഴേക്കും അവൾക്ക് അബോർഷൻ ഉണ്ടാകുകയും അങ്ങനെ അവളുടെ വയറ്റിൽ കുഞ്ഞുണ്ടായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റുമെന്നും ദുർഗയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ദുർഗ പ്ലാൻ ചെയ്തതുപോലെ തന്നെ മഹി അങ്ങോട്ട് വരുന്നുണ്ട്. സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന മഹിയെ ഒളിഞ്ഞു നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ദുർഗ. അങ്ങനെ മഹിയാണെങ്കിൽ താഴെ എത്തുന്നതും
ആ എണ്ണയിൽ ചവിട്ടിക്കൊണ്ട് തന്നെ കാലെല്ലാം തെന്നി പോകുന്നുണ്ടെങ്കിലും എന്തോ ഒരു ദൈവാന്തീരം പോലെ മഹിക്കാണെങ്കിൽ അവിടെ പിടുത്തം കിട്ടുന്നുണ്ട്. അങ്ങനെ മഹി വീഴാതെ തന്നെ രക്ഷപ്പെടുന്നുണ്ട്. മഹി പക്ഷേ വീണു എന്ന് വിചാരിച്ചുകൊണ്ട് ദുർഗയാണെങ്കിൽ ആകെ ഭയപ്പെട്ടുകൊണ്ട് തന്നെ കണ്ണടച്ച് നിൽക്കുകയാണ്. അതേസമയം ഈ കാഴ്ച കണ്ടുകൊണ്ട് തന്നെ കണ്ണൻ അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ കൈയോട് തന്നെ ദുർഗയെ പിടികൂടുന്നുമുണ്ട്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.